നമസ്കാരം. കഴിഞ്ഞ ആഴ്ചത്തെ നമ്മളെ വീഡിയോ ചെയ്തത് എത്ര നാൾ കൊണ്ടൊരു വീട് പണിയാമെന്നാണ്. അപ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ടായി. അതായത് ഈ വീട് പണിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഓരോ കാലയളവിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മൊത്തത്തിൽ അതിനെക്കുറിച്ചാണ്. കാരണം വീട് പണിയാൻ ഓരോ കാര്യങ്ങൾക്കും എത്ര സമയം വേണ്ടി വരും എന്നതിനെക്കുറിച്ച് മാത്രമാണ്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് വീട് പണിയാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ്. അപ്പോൾ ഇത് ചോദിച്ചു വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഒരു സംശയം ഉണ്ടായി. അതായത് വീട് പണിയാൻ ഓരോ സ്റ്റേജിനും എത്രമാത്രം സമയം എടുക്കും എന്നുള്ളതാണ്. ഇനി ഇനീഷ്യലി പറയട്ടെ, നമ്മൾ സാധാരണ രീതിയിൽ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 ആഴ്ച മതിയാവും. സാധാരണ രീതിയിൽ ഒരു ഡിസൈൻ ചെയ്യാൻ 2 ആഴ്ച മതി. പിന്നെ നിങ്ങൾ ഡിസൈനിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരുന്ന മിക്കവാറും അത് 1 മാസം വരെയൊക്കെ നീളാൻ ചാൻസസ് ഉണ്ടാവും. ഇനി ആ 1 മാസം കൊണ്ട് നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പെർമിഷൻ മേടിക്കലാണ്. ഈ പെർമിഷൻ മേടിക്കുന്ന ഓൺലൈൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അതേ കൂടെ തന്നെ അത് ഓൺലൈൻ പാസ്സായിക്കുന്ന ഓഫ്ലൈനും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. അത് ഓരോ പഞ്ചായത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഇനി ഓൺലൈൻ നിങ്ങൾക്ക് ചിലപ്പോൾ 1 ദിവസം 2 ദിവസം കൊണ്ട് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓഫ്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് 2 ആഴ്ച മുതൽ 1 മാസം വരെ നീളാൻ ചാൻസ് ഉണ്ടാവും. അത് സാധാരണ ഡിപ്പെൻസ് നമ്മുടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളിലും ഉദ്യോഗസ്ഥരനുസരിച്ചിരിക്കും. ഞാൻ ആരെ കുറ്റം പറയുന്നതല്ല കേട്ടോ. പക്ഷേ ഈ ഒരു 2 ആഴ്ച 1 മാസക്കാലം പിടിക്കും നിങ്ങൾക്ക് പെർമിഷൻ ഡ്രോയിങ് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ കിട്ടാൻ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ ഘട്ടത്തിൻ്റെ തീർന്നു. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബാങ്ക് ലോൺ പോകാനുണ്ടെങ്കിൽ ഈ ബാങ്ക് ലോൺ പോകേണ്ട പ്രോസസ്സിങ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. കാരണം ബിൽഡിംഗ് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് ബാങ്ക് ലോണിലേക്ക് പോകേണ്ടി വരിക. അപ്പോൾ ബാങ്ക് ലോണിലേക്ക് പോകുന്നത് പെർമിഷൻ ഡ്രോയിങ്ങും പിന്നെ നിങ്ങളുടെ ടാക്സിൻ്റെ പേപ്പേഴ്സും പിന്നെ നിങ്ങൾക്ക് സാലറി ആണെങ്കിൽ സാലറിയും അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൂടി കൊടുത്തിട്ടാണ് ബാങ്ക് ലോണിന് പോവുക. ആ ബാങ്ക് ലോണിന് പോണ സമയത്ത് തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്തു വെച്ചാൽ ഈ ബാങ്ക് ലോണിന് പോകുന്ന കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും. ഒന്ന്, നിങ്ങളുടെ സാലറി ആണ് നിങ്ങൾക്കെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി എടുത്തു വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾ ഈ പെർമിഷൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് ബാങ്കിന് വേണ്ട എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർമിഷൻ ഡ്രോയിങ് കിട്ടുന്ന മുൻപ് തന്നെ നിങ്ങളിതെല്ലാം ശേഖരിച്ച് വെച്ചേക്കുക. കൂട്ടത്തിൽ നിങ്ങളുടെ എസ്റ്റിമേഷൻ, അതായത് നിങ്ങളുടെ വീട് പണിയാൻ എത്ര എസ്റ്റിമേഷനാണ് വേണ്ടത് ആ എസ്റ്റിമേഷൻ നിങ്ങൾ ചെയ്തു വെച്ചാണ്. ഈ എസ്റ്റിമേഷൻ ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങളുടെ വീട് പണിയാൻ വേണം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സാധാരണ ബാങ്കുകൾ തരുന്നത് 75 മുതൽ 80% വരെയാണ് ലോൺ തരുന്നത്. അതായത് നിങ്ങൾക്ക് വേണ്ട വീട് ഇപ്പോൾ ഒരു 2 കോടി അല്ലെങ്കിൽ 1 കോടിയുടെ വീടൊക്കെ ആണെങ്കിൽ 1 കോടിയുടെ 75 അല്ലെങ്കിൽ 80% വരെയൊക്കെയാണ് സാധാരണ ബാങ്കുകൾ ലോൺ തന്നെ. ഇത് ഡിപ്പെൻസ് ആണ്, നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ശരിക്കും ഈ ബാങ്ക് ലോണുകൾ കിട്ടുന്നത്. അത് 75% വേണമെന്ന് 80% ഒക്കെ തീരുമാനിക്കുന്നത് ബാങ്കാണ്. ഈ സിബിൽ സ്കോറിൻ്റെ ഗുണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് സിബിൽ സ്കോറാണ്. ഇനി അത് നിൽക്കട്ടെ, അത് നമ്മളുടെ ഇന്നത്തെ വിഷയങ്ങളല്ല. ഇനി ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടി. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, വീട് പണിയണതിന് മുൻപ് നിങ്ങൾക്ക് വീട് എന്തൊക്കെ തരത്തിലാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കൃത്യമായിട്ട് നിങ്ങളുടെ ഡിസൈനിൽ വരുത്തിയിട്ടുണ്ടാവണം. ഇനി അത് മാത്രമല്ല, ഈ ഡിസൈനിൽ വരുന്നതോടൊപ്പം നിങ്ങളുടെ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും സ്ട്രക്ചറൽ ഡ്രോയിങ്ങുകളും അതുപോലെ സ്ലാബ് ഡ്രോയിങ്ങുകൾ ഇങ്ങനെ വേണ്ടുന്ന നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഡ്രോയിങ് വേണ്ടത്, ഈ ഡ്രോയിങ്ങുകളെല്ലാം നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മേടിച്ച് വെച്ചാൽ ഇതൊന്നും തടസ്സമില്ലാതെ നടക്കും. പണം നഷ്ടപ്പെടുന്ന ഒരു പ്രധാന ഘടകങ്ങളിലൊന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ വീട് പണി തുടങ്ങിയിട്ട് പിന്നെ ആ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് പൊളിക്കലും ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ധനനഷ്ടം നിങ്ങൾക്ക് വരണേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു ഡിസൈൻ തയ്യാറാക്കി വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ ഡിസൈനിൽ പിന്നീട് ചേഞ്ച് വരുത്താതിരിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം. സാധാരണ രീതിയിൽ ഞാൻ ഡിസൈൻ വരെയുള്ള അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ലോൺ കിട്ടുന്ന വരെയുള്ള കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ലോൺ കിട്ടിയ ശേഷം നമ്മൾ പണി തുടങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന സാധാരണ ഒരു പൈൽ ഫൗണ്ടേഷനാണ് നിങ്ങളുടെ വീടിന് വേണ്ടതെങ്കിൽ ഏതാണ്ട് ഒരു 25 ദിവസം പിടിക്കും. പൈലിങ് 20-25 ദിവസം പിടിക്കും. ഒരു സാധാരണ ഒരു വീടിൻ്റെ ഒരു 10,000-2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു 20-25 ദിവസം പിടിക്കും ഈ പൈൽ ഫൗണ്ടേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം പൈൽ ക്യാപ്പും മറ്റുമായിരിക്കും അതിൽ വരണ്ടാവുക. ഈ പൈൽ ഫൗണ്ടേഷൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടത് ഏകദേശം ഒരു 20-25 ദിവസം പിടിക്കും പൈൽ ക്യാപ്പ് കഴിഞ്ഞ് പ്ലിന്ത് വരെ ആവാൻ വേണ്ടിയിട്ട്. ഇനി
പൈൽ ക്യാപ്പും പ്ലിന്തും ഇല്ലാത്ത ഒരു സാധാരണക്കാരനാണെങ്കിൽ ഒരു കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനൊക്കെയാണ് വരുന്നതെങ്കിൽ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 ദിവസം പിടിക്കും നിങ്ങൾക്ക് ഈ കോളം ഫൂട്ടിങ് ചെയ്ത് പ്ലിന്തും ചെയ്ത് അതായത് നമ്മുടെ നിലവിൽ ഫൗണ്ടേഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 14 ദിവസം പിടിക്കും. ഇനി അത് നമ്മൾ ചെയ്യുന്നത് കരിങ്കൽ ഫൗണ്ടേഷനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ സാധാരണ DR-ഉം പൊക്കത്ത് RR-ഉമായിട്ട് DR എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് ഉണ്ട്, ഡ്രൈറബിളും പൊക്കത്ത് നമ്മൾ സാധാരണ ബേസ്മെന്റ് ലെവൽ വരുമ്പോൾ RR-ഉം ചെയ്യുന്ന നോർമൽ ഫൗണ്ടേഷൻ രീതിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച മതി വീടിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ഇപ്പോൾ ഫൗണ്ടേഷൻ നിങ്ങൾ കഴിഞ്ഞു. ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് നിങ്ങൾക്ക് DPC എന്ന് പറഞ്ഞാൽ ബെൽറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. DPC ചെയ്യാൻ നേരത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് DPC ചെയ്യേണ്ട കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ DPCയുടെ വീഡിയോ എടുത്ത് നോക്കാവുന്നതാണ്. ഇനി അല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീണ്ടും നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ DPC നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് എർത്ത് ഫില്ലിംഗ് ആണ്. എർത്ത് ഫില്ലിങ്ങും അതിൻ്റെ കോമ്പാക്റ്റിങ്ങും ആണ്. ഈ എർത്ത് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ണിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ആ എർത്ത് ഫില്ലിങ്ങിൻ്റെ കാര്യം വരിക. എപ്പോഴും ഫൗണ്ടേഷൻ തീർന്ന് കഴിയുമ്പോൾ തന്നെ എർത്ത് ഫില്ലിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ എന്താണ് വേണ്ടത്, മണ്ണ് എവിടെ നിന്നാണ് കിട്ടാൻ ചാൻസസ് ഉള്ളത്, അല്ലെങ്കിൽ മണ്ണ് കിട്ടുന്ന വെണ്ടറിനെ നിങ്ങൾ വിളിച്ച് വരുത്തിയിട്ട് അവൻ്റെ അടുത്ത് ഇത്ര ലോഡ് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് തീരുമാനിച്ചുകൊണ്ട് ആ മണ്ണ് അവൈലബിലിറ്റി കറക്റ്റ് ചെയ്ത് തരാൻ നിങ്ങൾക്ക് അവിടെയും ടൈം സേവിംഗ് ഉണ്ട്. സാധാരണ ഇതിൽ ഒരാഴ്ച മതി ഒരു വീടിൻ്റെ ഫൗണ്ടേഷനിൽ എർത്ത് ഫില്ല് ചെയ്ത് കോമ്പാക്ട് ചെയ്യാൻ. അതിൽ കൂടുതൽ വരുന്നത് നിങ്ങളതിന് വേണ്ടി എടുക്കുന്ന കാലതാമസമാണ്. ഇനി നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്തിട്ട് വെക്കണം. അതായത് മണ്ണ് നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് ഇളക്കി ശരിക്കും മണ്ണിനെ കോമ്പാക്റ്റ് ചെയ്യണം. കോമ്പാക്റ്റ് ചെയ്തതിന് 24 മണിക്കൂർ അത് ഡ്രൈ ചെയ്യാൻ വേണ്ടി നിങ്ങളിടണം. എർത്ത് കോമ്പാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് ഈ നമ്മളുടെ സാധാരണ ഡസ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഈ എംസാൻഡ് തന്നെ ഡസ്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്കത് എംസാൻഡ് വേണമെങ്കിൽ മേടിച്ചിടാം, അതല്ലെങ്കിൽ ഡസ്റ്റ് മേടിച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് ജസ്റ്റ് ഒരു ലെയർ ഒന്ന് തൂവിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ റെഡിയായി. ഈ തൂവിടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊണ്ടുവന്ന് ബ്രിക്ക് വെക്കാൻ നേരത്ത് ഈ ബ്രിക്കിൻ്റെ അടിയിലെല്ലാം ചെളി പറ്റാൻ ചാൻസസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പൊക്കത്ത് എംസാൻഡ് ഒരു ചെറിയൊരു ലെയറിലൊന്ന് തൂവിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്തേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് കൊണ്ട് ബ്രിക്ക് ഇടുകയും ചെയ്യാം. അതുപോലെ നമ്മൾ ഈ ഷീറ്റൊക്കെ കൊണ്ടുവന്ന്, അതായത് നമ്മളിപ്പോൾ ബ്രിക്ക് വർക്ക് ചെയ്യാൻ നേരത്ത് പരിക്കൻ പോകാതിരിക്കാൻ സൈഡിൽ നമ്മൾ ഷീറ്റൊക്കെ ലേ ചെയ്യുമല്ലോ, അതിൻ്റെ അടിയിലൊന്നും ചെളി ആവാതിരിക്കുകയും ചെയ്യും. ഇനി അടുത്തത് വരുന്നത് ബ്രിക്ക് വർക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എർത്ത് ഫില്ലിംഗ് കഴിഞ്ഞു, DPC കഴിഞ്ഞു, അതിനുശേഷം വരുന്നത് ബ്രിക്ക് വർക്കാണ്. ബ്രിക്ക് വർക്ക് സാധാരണ ഒരു വീടിനാണെങ്കിൽ ഏകദേശം 2 ആഴ്ചയാണ് ബ്രിക്ക് വർക്ക് ലിൻഡൽ ലെവലാവാൻ വേണ്ടി വരിക. 2 ആഴ്ച ചിലപ്പോൾ എടുക്കാറില്ല, 10 ദിവസം വരെയൊക്കെ എടുക്കാറുള്ളൂ സാധാരണ ഇതിൽ. ഈ 2 ആഴ്ച കൊണ്ട് ഇത് നേരെ ലിൻഡൽ ലെവലിലാവും. ലിൻഡൽ അടിക്കാൻ വേണ്ടി ലിൻഡലും സൺഷെയ്ഡും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരാഴ്ച അടുത്താണ് വേണ്ടി വരിക. അപ്പോൾ ഒരാഴ്ചയെ 10 ദിവസം, അത് ഡിപ്പെൻസ് അപ്പോൾ നല്ല പണിക്കാരൊക്കെ ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് തീരും, അതല്ലെങ്കിൽ ഒരു 10 ദിവസം വരെയൊക്കെ ആവാം. ഇനി അതിനുശേഷം അതിൻ്റെ പൊക്കത്തേക്കുള്ള ബ്രിക്ക് വർക്ക്, അത് നമ്മൾ ലിൻഡലൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് വരുന്ന ബ്രിക്ക് വർക്ക്. ഇനി ഇവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഈ ലിൻഡൽ അടിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇതിൻ്റെ പൊക്കത്തേക്ക് ബ്രിക്ക് വർക്ക് പണിയാമോ എന്നുള്ളത്, അല്ലേ, പലർക്കും ഉണ്ടാവും. ബ്രിക്ക് വർക്ക് നിങ്ങൾക്ക് അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ പൊക്കത്തേക്ക് പണിയാം. കാരണം ആ ലിൻഡലിന് ഓൾറെഡി നിങ്ങൾക്കെല്ലാം സപ്പോർട്ട്സ് ഉണ്ട്. ലിൻഡലിനും സൺഷെയ്ഡും എല്ലാം സപ്പോർട്ടിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ പൊക്കത്തേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ബ്രിക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അത് നേരെ ബ്രിക്ക് വർക്ക് എല്ലാം ചെയ്തു, അത് ഏകദേശം 1 വീക്ക് എടുക്കും നിങ്ങൾക്ക് ബ്രിക്ക് വർക്ക് ഒന്ന് ടോപ്പ് ലെവലിൽ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ ടോപ്പ് ലെവലിൽ നിങ്ങൾ എത്താൻ നേരത്ത് എപ്പോഴും ബ്രിക്ക് വർക്ക് ടോപ്പ് ലെവലിൽ എത്താൻ നേരത്ത് സാധാരണ ടോപ്പ് വാട്ടർ ലെവലിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പണിക്കാർ പരിക്കൻ തിക്നെസ്സിൽ വെച്ചിട്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഒരിക്കലും അത് അനുവദിക്കരുത്. അവരെ കൊണ്ട് അത് കോൺക്രീറ്റ് ചെന്ന് ചെയ്യിപ്പിക്കുക ടോപ്പ് ലെയറിൽ. ഈവൻ 6 mm മെറ്റൽ വെച്ച് തന്നെ നിങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ടോപ്പ് ലെയർ നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം പിന്നെ സ്ലാബാണ് വരുന്നത്. സ്ലാബിന് സാധാരണ 10 മുതൽ 14 ദിവസം വരെയാണ് സ്ലാബിന് വേണ്ടിയിട്ട് പറഞ്ഞത്. തട്ടടിക്കാനും അതിൻ്റെ പൊക്കത്ത് കമ്പി കെട്ടാനും അത് കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു സമയം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 7 days ക്യൂറിങ് ടൈമുണ്ട്. ഈ 7 days ക്യൂറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും തട്ടഴിക്കാൻ പാടില്ല, പക്ഷേ 7 days ക്യൂറിങ് ടൈം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിൻ്റെ പൊക്കത്തേക്കുള്ള. അപ്പോൾ ഇതാണ് സാധാരണ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ റിപ്പീറ്റേഷനാണ് ഇനി പൊക്കത്തേക്ക് വരുന്നത്. അതായത് നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ DPC കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ലിൻഡൽ വരെ ബ്രിക്ക് വർക്കിൻ്റെ ടൈം പറഞ്ഞു, അതിൻ്റെ പൊക്കത്തേക്കുള്ള ടൈം പറഞ്ഞു. ഇത് തന്നെയാണ് ഇതിൻ്റെ പൊക്കത്തേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ഉണ്ട്, അതുകൂടാതെ ഇപ്പോൾ ഇൻറ്റേർണൽ പ്ലാസ്റ്ററിങ് ഉണ്ട്, എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് ഉണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സ്മൂത്തായിട്ട് നടക്കാറുണ്ട്. സാധാരണ ഇതിൽ ഈ പ്ലാസ്റ്ററിങ് വരെയുള്ള കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇതിന് ശേഷമായിരിക്കും കൂടുതലായിട്ട് ലാഗ് അടിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ
ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് പുട്ടി അടിക്കണം, ആ പുട്ടി കട്ട് ചെയ്യണം, പ്രൈമർ അടിക്കണം, അതിൻ്റെ പൊക്കത്തേക്ക് എമൽഷൻ വരണം. ഇതിന് മുൻപായിട്ട് അത് നമ്മുടെ ഇന്ത്യയുടെ സംബന്ധമായ കാര്യങ്ങളിൽ അത് ചർച്ച ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്യണം, ലൈറ്റ് ഫിക്സിങ് പോലുള്ള സാധനങ്ങളെല്ലാം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ ബന്ധപ്പെട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് അതായത് ഒരു ഡമ്മി ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ വർക്ക്സിനെ ഷെഡ്യൂൾ ചെയ്യാറുള്ളത് അങ്ങനെയാണ്. കാരണം സൈറ്റ് ക്ലിയറിംഗ് മുതൽ നമ്മളൊരു ഫിനിഷിംഗ് വരെ വന്ന സാധനത്തിന് ഞാൻ ഓരോ പണികൾ നടക്കുന്നതിൻ്റെ സ്റ്റേജ് കറക്റ്റ് ചെയ്തുകൊണ്ട് ആ സ്റ്റേജിന് ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് ആയിരിക്കും കാര്യം നടക്കേണ്ടാവുക. അങ്ങനെ ഒരു ഡാറ്റ ഞാൻ എപ്പോഴും ചെയ്ത് വെച്ചിട്ട് അതിനുശേഷം അതിൻ്റെ ഇപ്പുറത്ത് ഇന്ന സമയത്ത് തുടർന്നു, ഇന്ന സമയത്ത് തീർന്നു എന്നും പറഞ്ഞ് എഴുതി വയ്ക്കും. അപ്പോൾ നമുക്ക് എവിടെയാണ് നമുക്ക് നഷ്ടം വന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇങ്ങനൊരു ഷീറ്റ് തയ്യാറാക്കി, എക്സൽ ഷീറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹോം ടെക്കിൻ്റെ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ ഷീറ്റ്, ഇതിൻ്റെ എക്സൽ ഷീറ്റ് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പം നിങ്ങൾക്ക് കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ സിസ്റ്റത്തിൽ യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് മൊബൈലിൽ പോലും ഇത് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. കാരണം മൊബൈലിൽ എക്സലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഡാറ്റ ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് അതാത് സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എൻ്റർ ചെയ്ത് വെക്കാം. ഇത് ഞാൻ കുറേ നാളുകളെടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ, കാരണം ഞാൻ ഓരോ തവണ എക്സ്പീരിയൻസ് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ ഇത് ചില സ്ഥലങ്ങളിലും ചില കോൺട്രാക്ടർമാരെ ഡിപ്പെൻഡ് ചെയ്ത് ഈ സാധനം മാറി വരാൻ ചാൻസ് ഉണ്ടാവും. ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ആ മാറ്റങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം. അപ്പോൾ അതായത് നമ്മളൊരു വീട് പണി തുടങ്ങുന്ന മുൻപ് ഈ ഷീറ്റ് ഫില്ല് ചെയ്ത് കോൺട്രാക്ടറുടെ തരാൻ പറയാം. അതായത് നിങ്ങൾ കോൺട്രാക്ട് എഗ്രിമെൻറ്റ് ചെയ്യണ മുൻപ് തന്നെ ഈ ഷീറ്റ് കൊടുത്തിട്ട് പുള്ളിയെടുത്ത് പറയണം, ഈ ഷീറ്റ് പ്രകാരം നിങ്ങൾ ഓരോ കാര്യങ്ങൾ എന്ന് ചെയ്യും, എന്ന് തുടങ്ങും, എന്ന് തീർക്കും. ഇത് എനിക്ക് കൃത്യമായിട്ട് തന്നിട്ടാണ് നിങ്ങൾ എഗ്രിമെൻറ്റ് ചെയ്യാവൂ. ഇത് എഗ്രിമെൻറ്റ് ചെയ്തിട്ട് ഈ ഷീറ്റ് ചോദിച്ചാൽ പല കോൺട്രാക്ടേഴ്സും തരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കോൺട്രാക്ടർ സുഹൃത്തുക്കൾ ക്ഷമിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ പോലും ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനം നിങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾ കോൺട്രാക്ട് എഗ്രിമെൻറ്റിലേക്ക് പോകേണ്ടത്. അതല്ലെങ്കിൽ ഇത് ലാഗ് അടിക്കാൻ നേരത്ത് നമ്മൾക്ക് ഒരാളുടെ അടുത്തും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ലിൻഡിൽ ഇത്ര ദിവസം തീർന്നില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കും എന്തുകൊണ്ടാണ് ചേട്ടാ അത് തീരാതിരുന്നത്. അതിനാൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ഓരോ സ്ഥാനങ്ങൾക്കും ഒരു ഡാറ്റ വെച്ചുകൊണ്ട് സംസാരിക്കാൻ നേരത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ വർത്താനം പറയും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വീടിൻ്റെ ഷെഡ്യൂളിങ്ങിനെ കുറിച്ചായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാറ്റ ഷീറ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന പ്രൊജക്റ്റിൻ്റെ ഷെഡ്യൂൾ ഡീറ്റെയിൽസ് ഒന്ന് വേണം എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഈ ഡീറ്റെയിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. ഞാൻ KG ഫ്രാൻസിസ്, സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.